സ്വാഗതം, വെൽക്കം. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യ, ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ, അതായത് ജൂലൈ 28, 2005, പേജ് നമ്പർ 5 ഒരു റിപ്പോർട്ട് ഒന്ന് പരിഗണിക്കുക മാത്രമാണ് ലക്ഷ്യം. അതിൻ്റെ ശീർഷകം ഇപ്രകാരമാണ്: മോബ് ജസ്റ്റിസ്, ചർച്ച് കണ്ടംസ് അറസ്റ്റ് ഓഫ് നൺസ് ഇൻ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലെ 2 കത്തോലിക്ക കന്യാസ്ത്രീകളെ ബജ്രംഗ് ദളിൻ്റെ ആഭിമുഖ്യത്തിൽ ആളുകൾ റെയിൽവേ സ്റ്റേഷനിൽ തടഞ്ഞു വയ്ക്കുകയും അവരോട് ക്രൂരമായി പെരുമാറുകയും അവരുടെ കൂടെ സഞ്ചരിച്ചിരുന്ന 3 സ്ത്രീകളെ മതപരിവർത്തനത്തിനായിട്ടാണ് അല്ലെങ്കിൽ ഹ്യൂമൻ ട്രാഫിക്കിനായിട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന ആരോപണത്തിൽ അവർക്കെതിരെ കേസ് ചാർജ് ചെയ്തിരിക്കുന്നു എന്നതാണ് സംഭവം. അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളൊന്ന് പരിഗണിക്കാം. The Syro Malabar Church on Sunday strongly condemned the arrest of 2 Malayali nuns in Chhattisgarh, calling it an attack on minorities. The nun sisters, Sister Vandana and Sister Preeti, from the Green Garden religious community were arrested by the railway police in Durg on Friday on charges of human trafficking and religious conversion. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇതിനോട് CBCI, കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ, വളരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ രാഷ്ട്രീയമായ ചില പ്രതിധ്വനികൾ കേരളത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും. പിണറായി വിജയൻ നരേന്ദ്രമോദിക്ക് എഴുതിയിട്ടുണ്ട്. KC വേണുഗോപാൽ ഇത് സംബന്ധമായ തൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായ VD സതീശനും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ പൊതുവായി പൊന്തി വരുന്ന പ്രശ്നങ്ങൾ എന്താണ്? CBCI ഇതിനെ കാണുന്നത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു ആക്രമണമായിട്ടാണ്, an attack on minorities. എൻ്റെ അനുഭവത്തിൽ കൂടെ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, മൈനോറിറ്റീസ് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അത് ഒരിക്കലും ഉണ്ടാകരുത്. എന്നാൽ ബജ്രംഗ് ദളോ വിശ്വ പരിഷത്തോ അല്ലെങ്കിൽ RSS അനുഭാവികളായ മറ്റ് സംഘടനകളോ മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളെ ആക്രമിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അക്രമം അനുഭവിച്ചത് സഭയിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ കത്തോലിക്ക സഭയുടെ തന്നെ കാര്യമെടുത്താൽ, ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കേസിലാണെങ്കിലും സിസ്റ്റർ അഭയുടെ കേസിലാണെങ്കിലും ഫാദർ ബോബിയോ എന്ന അദ്ദേഹത്തിൻ്റെ പേരിലാണെങ്കിലും കേരളത്തിലെ വിവിധ കന്യാസ്ത്രീ മഠങ്ങളുടെ കിണറുകളിൽ നിന്ന് പെറുക്കിയെടുത്ത ശവങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വളരെയധികം അക്രമം നടക്കുന്നുണ്ട്. അത് സഭ വ്യക്തികൾക്കെതിരെ അക്രമം നടത്തിയാൽ അതിനെപ്പറ്റി ആരും മിണ്ടരുത്, അത് മിണ്ടാതിരുന്ന് സഹിച്ചു കൊള്ളണം. ഞാനത് പറയുമ്പോൾ ഈ നല്ല സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന 2 കന്യാസ്ത്രീമാർക്കെതിരെ നടത്തിയ ഏറ്റവും അപഹാസ്യമായ അക്രമത്തെ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ എൻ്റെ ലക്ഷ്യമല്ല. ഞാൻ പറയുന്നത് ഇത് രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് നാം തിരിച്ചറിയണം. നാം പലപ്പോഴും മറന്നു പോകുന്ന ഒരു സുപ്രധാന യാഥാർത്ഥ്യം, നമ്മുടെ സമൂഹത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥകൾ എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് ബാഹ്യലോകം എപ്രകാരം നമ്മോട് പ്രതികരിക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇതിനേക്കാൾ വലിയൊരു ഉദാഹരണം പറയാം. ഇമ്മാനുവൽ കാന്ത് ലോക ചരിത്രത്തിൻ്റെ പ്രധാന തത്വങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന ഒരു ചെറിയ ഹ്രസ്വമായ ഒരു കൃതിയുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഒരു രാജ്യത്തിൻ്റെ ആന്തരികമായ അവസ്ഥ എന്താണ് എന്നതിനെ ആസ്പദമാക്കിയാണ് മറ്റ് രാജ്യങ്ങൾ അതിനോട് പ്രതികരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലാത്ത കാര്യമാണ്. ഉദാഹരണമായിട്ട്, ഒരു രാജ്യം അതിനകത്തുള്ള ജനത്തോട് അവരുടെ മനുഷ്യാവകാശങ്ങളെ ധ്വംസിക്കുന്ന വിധത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ, അത് ലോകം മുഴുവനും അറിഞ്ഞു കഴിയുമ്പോൾ, പിന്നെ ആ രാജ്യം മറ്റേതെങ്കിലും രാജ്യം അതിനെ ആക്രമിക്കുമ്പോൾ ലോക സ്റ്റേജിൽ വന്ന് ഞങ്ങളോട് അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ വിലമതിക്കാറില്ല. കാരണം നിങ്ങളുടെ ആന്തരികമായ അവസ്ഥ എന്താണ്, അതിനെ അനുസരിച്ച് മാത്രമുള്ള പരിഗണനയെ നിങ്ങൾ അർഹിക്കുന്നുള്ളൂ എന്നത് ലോകം നിശ്ചയിച്ചിട്ടുള്ള പൊതുവായൊരു മർമ്മമാണ്.
ഇത് മനസ്സിലാക്കിയെങ്കിൽ ഞാൻ പറയുന്ന ഈ ആശയം പെട്ടെന്ന് മനസ്സിലാകും. ക്രിസ്തീയ സമൂഹത്തിൻ്റെയും വിവിധമായ സഭകളുടെയും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥ എന്താണ് എന്നിപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ ലോകത്തിലെല്ലാവർക്കും ഒരുപക്ഷെ ക്രിസ്ത്യാനികളെക്കാൾ അറിവുള്ളതാണ്. നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അക്രമവും അഴിമതിയും അനാശാസ്യതയും ക്രൂരതയും എത്ര വലുതാണ് എന്ന് ഇപ്പോൾ അങ്ങാടിയിൽ പാട്ടാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ അവരുടെ തന്നെ അംഗങ്ങളോട് ചെയ്യുന്ന ക്രൂരത അത് ഈ സമൂഹം സഹിക്കുമെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന ക്രൂരത കൂടെ നിങ്ങൾക്ക് സഹിച്ചുകൂടാ എന്നതാണ് ഇവിടെ പ്രവർത്തിക്കുന്ന യുക്തി എന്ന് തിരിച്ചറിഞ്ഞാൽ കൊള്ളാം. അത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാലത്ത് ക്രിസ്ത്യാനികളെ നോവിപ്പിക്കുന്നതിൽ അവർക്കെതിരെ കൈ ഉയർത്തുന്നതിൽ ആളുകൾ മടിച്ചിരുന്നു. കാരണം ആ കാലത്ത് ക്രിസ്തീയ സമൂഹത്തെ പറ്റിയുള്ള പൊതുവായ ധാരണ വളരെ മഹനീയവും ആദരവ് നിറഞ്ഞതുമായിരുന്നു. ഇത് അനേകം ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിക്കുന്നേ ഉള്ളൂ. എന്നാൽ ഈ വിലയേറിയ നിധി നാം കളഞ്ഞു കുളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നാം കൂടുതലായി പ്രതീക്ഷിക്കണം എന്നാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയും അടുത്തതായിട്ട് പറയുന്നത് റിലീജിയസ് കൺവേർഷൻ എന്ന ആരോപണമാണ് ഇവർക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. ശരിയാണ്, ഭരണഘടനയുടെ 25-ാം അനുച്ഛേദം അനുസരിച്ച് ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും, ഇത് മൈനോറിറ്റീസിന് മാത്രമല്ല എല്ലാ പൗരന്മാർക്കും അവരുടെ മതപരമായ ആശയങ്ങളെ വിലമതിക്കുവാനും അറിയിക്കുവാനും പരസ്യപ്പെടുത്തുവാനും മറ്റുള്ളവരിലേക്ക് പകരുവാനുമുള്ള അവകാശമാണ് സമ്മതിക്കുന്നു. വളരെ ശരിയാണ്. ഇത് വിലമതിക്കേണ്ട വിലയേറിയ ഒരു അടിസ്ഥാന മൗലിക അവകാശമാണ്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, നാം അത് പൊതുരംഗത്ത് പ്രയോഗിക്കുമ്പോൾ ജനായത്തപരമായ ഒരു ഭരണഘടനയിൽ കൂടെയാണ് ഈ അവകാശം എല്ലാ പൗരന്മാർക്കുമായി നൽകിയിരിക്കുന്നത് എന്നതുകൊണ്ട് അത് ഉപയോഗിക്കുന്ന വിധത്തിൽ എല്ലാവർക്കുമുള്ളൊരു സ്വീകാര്യത കൂടെ ഉണ്ടോ എന്ന് ഒന്ന് പരിഗണിക്കാനെങ്കിലും നമുക്ക് കടമയുണ്ട്. അപ്പോൾ ഈ ഒരു മൗലിക അവകാശത്തിൻ്റെ, അതായത് മതപരമായ മൗലിക അവകാശത്തിൻ്റെ അന്തസ്സത്ത എന്താണ്? എല്ലാവർക്കും അവരുടെ മനസാക്ഷി അനുസരിച്ച് മതപരമായ കാര്യങ്ങളിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാനുള്ള അവകാശം ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനികൾ മറ്റുള്ള മതങ്ങളിലെ അംഗങ്ങളെ ക്രിസ്തു മതത്തിലേക്ക് സഭയിലെ അംഗത്വത്തിലേക്ക് പരിവർത്തനം നടത്തുമ്പോൾ അവർക്കും ഇവിടുന്ന് അങ്ങോട്ട് ആളുകളെ കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം നാം അംഗീകരിക്കുന്നോ ഇല്ലയോ എന്നുകൂടെ പരിഗണിക്കേണ്ട കടമയുണ്ട്. അത് നാം പൊതുരംഗത്ത് വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടും. അല്ലെങ്കിൽ യാതൊരു സംശയമില്ല, അത് ന്യായമാണ്. അല്ലാതെ ഇങ്ങോട്ട് മാത്രമുള്ള ഒഴുക്കായിരിക്കണം മതസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലങ്ങളിൽ വിലപ്പെട്ടു പോകുകയില്ല. യാഥാർത്ഥ്യബോധം അല്പം വളർത്തിയെടുക്കുന്നത് ക്രിസ്ത്യാനികൾക്ക് നല്ലതാണ് എന്ന ഒരഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് മറ്റുള്ളവരെ പറ്റി തികച്ചും അടിസ്ഥാനരഹിതമായ നീചമായ ധാരണകൾ നാം വെച്ചു പുലർത്തുകയും അത് വിളിച്ചു പറയുകയും നമുക്കില്ലാത്ത നന്മ ഉണ്ട് എന്ന് നടിക്കുകയും ആ കാപട്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെ ആകർഷിക്കുകയും അവരത് കേട്ട് നമ്മുടെ മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ അവർ വരത്തന്മാരാണ് എന്ന വിധത്തിൽ അവരെ വിലയിടിച്ച് കാണുകയും ചെയ്യുന്ന തികച്ചും മനുഷ്യത്വത്തിന് നിരക്കാത്ത പരിപാടിയാണ് നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിനോട് ഉള്ള അമർഷം ഞാൻ 35 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വളരെ വ്യക്തമായി ഒരു നാഷണൽ പ്രസ് കോൺഫറൻസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അന്നത്തെ എൻ്റെ സ്പഷ്ടത ഇന്ന് കുറച്ചുകൂടി വർദ്ധിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇത് ഒരു വിധത്തിലും ആരും പൊറുക്കരുതാത്ത ഒരവസ്ഥയാണ്. ജനായത്ത ജീവിത രീതിയുടെ അല്ലെ സംസ്കാരത്തിൻ്റെ കാതലായ ഭാഗം എന്നാണ് സമത്വമാണ്. ആ സമത്വത്തെ യേശു ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നത് നിങ്ങൾ അവരോടും ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ സഹിക്കണം അല്ലെങ്കിൽ നിങ്ങളെ എപ്രകാരം മാനിക്കണം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുവോ അപ്രകാരം നിങ്ങൾ അവരെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യുക. മറ്റുള്ളവർ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ എപ്രകാരം അംഗീകരിക്കണമെന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നു അപ്രകാരം അവരുടെ
സ്വാതന്ത്ര്യവും നിങ്ങൾ മാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക. ഇത് ജനായത്ത ജീവിത രീതിയുടെ അടിസ്ഥാന പ്രമാണമാണ്. അത് ക്രിസ്തുവിൻ്റെ ലോക ദർശനത്തിൻ്റെയും അടിസ്ഥാന പ്രമാണമാണ്. പക്ഷേ ഇതൊരിക്കലും ഒരു കാലത്തും ക്രിസ്ത്യാനി സ്വീകരിച്ചിട്ടില്ല. അത് നമ്മോടും ഈ രാജ്യത്തെ ഭരണഘടനയോടും നാം വിലമതിക്കുന്ന ജനാധിപത്യ ജീവിത സാമൂഹ്യ രാഷ്ട്രീയ വ്യവസ്ഥിതിയോടുമുള്ള അനാദരവാണ് എന്ന് മാത്രം വളരെ എന്താ പറയുക മൈൽഡായിട്ട് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ കരുതി സാമാന്യ ബുദ്ധിക്ക് ഇണങ്ങുന്ന വിധത്തിൽ ഇവയെ പരിഗണിക്കുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് എന്ന് മാത്രമല്ല യേശു കാണിച്ച മാർഗത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരടിസ്ഥാന പ്രമാണം കൂടെയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കട്ടെ. ഇനിയും ഇവിടെ പറയുന്നത് ഈ നിർഭാഗ്യവശാൽ ഈ ബജ്രംഗ് ദളിൻ്റെ അക്രമത്തിന് വിധേയമാക്കപ്പെട്ട ഈ 2 കന്യാസ്ത്രീകൾ അവർ സ്തുത്യർഹമായ സേവനം നടത്തി വരുന്നവരാണ്. കുഷ്ഠരോഗികളുടെ ഇടയിൽ ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് ആശ്വാസം പകരുന്നവരാണ്. ദൗർഭാഗ്യവശാൽ അവർക്കാണ് ഈ ദുർഗതി വന്ന് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ മനസ്സിലാക്കേണ്ടത് അവർ ചെയ്യുന്ന സേവനം എത്ര മാഹാത്മ്യമേറിയതായാലും അവരെ പൊതുവായിട്ടുള്ള സമൂഹം കാണുന്ന, പ്രത്യേകിച്ച് ആദർശപരമായി വൈരാഗ്യം വെച്ച് പുലർത്തുന്ന ബജ്രംഗ് പോലെയുള്ള ഈ സംഘടനകൾ അവരെ കാണുന്നത് അവർ ചെയ്യുന്ന സേവനത്തിൻ്റെ മാഹാത്മ്യത്തെ പരിഗണിച്ചിട്ടല്ല, അവർ പ്രതിനിധാനം ചെയ്യുന്ന മതപരമായ വ്യവസ്ഥിതിയുടെ കുൽസിത പ്രവർത്തനങ്ങളെയും അതിൻ്റെ പൊതുവായ സ്വഭാവത്തെയും അതിലടങ്ങിയിരിക്കുന്നുവെന്ന് പൊതുജനത്തിന് അറിവുള്ള പലവിധമായ ധാർമ്മികമായ അധപ്പതനത്തിൻ്റെയും കൂടെ പരാമർശത്തിലാണ്, അതിനോടുള്ള ബന്ധത്തിലാണെന്ന് മനസ്സിലാക്കുക. ഒരു സമൂഹത്തിൻ്റെ പൊതു ഇമേജ്, പബ്ലിക് ഇമേജ് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. ക്രിസ്ത്യാനികളുടെ പൊതുവായ ഇമേജ് നാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ തിക്തഫലം അതിനെ പ്രതിനിധാനം ചെയ്ത് അവിടെയും ഇവിടെയും വളരെ ആത്മാർത്ഥമായി സേവനം ചെയ്യുന്ന നല്ലവരായ വ്യക്തികളുടെ തലയിൽ വന്ന് പതിക്കും. പക്ഷേ സഭയുടെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് മനുഷ്യത്വത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പലവിധമായ അനാശാസ്യ പ്രവൃത്തികൾ നിർവഹിച്ച് ദൈവത്തിൻ്റെയും മനുഷ്യനെയും കണ്ണുവെട്ടിച്ച് മിടുക്കാണെന്ന് പറഞ്ഞ് അതിൻ്റെ ഫലം ആസ്വദിച്ച് കഴിയുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളവരെ പറ്റി ഒരിക്കലും ചിന്തയുണ്ടാകുകയില്ല. പിന്നെ അവർ അപകടത്തിലാകുമ്പോൾ ഒരു പ്രസ്താവന ഇറക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണം വരുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകണമെങ്കിൽ ക്രിസ്തീയ സമൂഹത്തിൻ്റെയും പ്രത്യേകിച്ച് സഭകളുടെയും പബ്ലിക് ഇമേജ് കാര്യമായ മെച്ചം ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. നമ്മളെപ്പറ്റിയുള്ള പൊതുവായ ധാരണ ഇപ്പോൾ വളരെ വളരെ മോശമാണ്. ക്രിസ്ത്യാനികളെപ്പറ്റി പുച്ഛം പൊതുജനത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ് എന്ന് തിരിച്ചറിയണം. ആരെയും ഇതിനകത്ത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. നമ്മുടെ നടപ്പ് ശരിയല്ല. യേശുവിൻ്റെ പേര് പറഞ്ഞ് നമ്മൾ തോന്നിവാസമാണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കും. വളരെ ആത്മാർത്ഥമായി സ്തുത്യർഹമായ സേവനം ചെയ്യുന്ന ഈ 2 കന്യാസ്ത്രീകളെ പോലെ ആളുകളായിരിക്കും തീയിൽ ചെന്ന് വീഴുന്നത്. അങ്ങനെയുള്ളവരെ ഓർത്തെങ്കിലും നമ്മുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പൈശാചികമായ അവസ്ഥയ്ക്ക് അല്പം ഒരു മാറ്റം വരുത്തുവാൻ അതിനോട് ബന്ധപ്പെട്ട ആളുകൾ ശ്രമിക്കണമെന്ന് വിനീതമായി ഞാൻ അവരോട് അപേക്ഷിക്കുകയാണ്. ഇനി അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, 2 പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയാണ്. ഒന്ന്, ഈ വളരെ ആത്മാർത്ഥതയോടുകൂടെ ക്രിസ്തീയ ദൗത്യം നിർവഹിക്കുന്ന ഈ സിസ്റ്റേഴ്സിനെ പോലെയുള്ള ആളുകൾ മനുഷ്യ സ്നേഹം കൊണ്ട്, ദൈവത്തോടുള്ള ഉത്തരവാദിത്വം കൊണ്ട് അവർ നിസ്വാർത്ഥമായ സേവനം അനുഷ്ഠിക്കുന്നതിൻ്റെ ഫലമായി അവർ ആക്രമിക്കപ്പെടുന്നു, അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അവരുടെ മേൽ കേസുണ്ടാകുന്നു, അവർ ദുരിതം അനുഭവിക്കുന്നു. അതൊരു വഴിക്ക്. മറ്റൊരു വഴിക്ക് നമ്മുടെ അതിവിശുദ്ധന്മാരായ മെത്രാന്മാർ ഇങ്ങനെയുള്ള അവസ്ഥ സൃഷ്ടിക്കുന്ന നേതാക്കന്മാരുടെ കാല് കഴുകി നടക്കുകയുമാണ്. കേരളത്തിലെ പ്രത്യേകിച്ച് കത്തോലിക്ക മെത്രാന്മാർ, അവർ മാത്രമല്ല പ്രത്യേകിച്ച് കത്തോലിക്ക മെത്രാന്മാർ, സംഘപരിവാറിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാല് പിടിച്ച് നടക്കുന്നത്
ഏത് ഉദ്ദേശത്തിലാണ്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇങ്ങനെ ക്രിസ്തീയ മിഷണറിമാരെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ചരിത്രം, ഒരു സാഹചര്യം ഭാരതത്തിലുണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞിട്ടാണ്. എത്രയോ പേർ ജീവൻ ഒടുക്കിയിട്ടുണ്ട്, എത്രയോ പേർ അക്രമത്തിനിരയായിട്ടുണ്ട്, ഇപ്പോഴും ആയിക്കൊണ്ടേയിരിക്കുന്നു. അതൊന്നും ഇവരെ എന്താണ് ബാധിക്കാത്തത്? അപ്പോൾ ഈ സംഭവത്തെപ്പറ്റി ഒരു പ്രതിഷേധക്കുറിപ്പ് അറിയിച്ചിട്ട് നാളെ നരേന്ദ്രമോദി ഒരു കേക്ക് കട്ടി അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് വന്ന് കേക്ക് തിന്നോ എന്ന് പറഞ്ഞാൽ എല്ലാ മെത്രാന്മാരും താറ് കൊടുത്ത് അവിടെ ചെന്ന് നിൽക്കും. പിന്നെ മോദിയുടെ സ്തുതി പാടും. അവർക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത്? രാഷ്ട്രീയമായി നടത്തുന്ന കളികളും ഐഡിയോളജി സംബന്ധിച്ച നിലപാടും രണ്ടും വ്യത്യസ്തമാണ്. സംഘപരിവാർ ഐഡിയോളജി അല്ലെങ്കിൽ ദർശനം എന്താണ് എന്ന് ഇവർക്ക് എന്താണ് അറിയാൻ വയ്യാത്തത്? അത് രഹസ്യമല്ല, തികച്ചും പരസ്യമാണ്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഭാരതത്തിൻ്റെ പൗരത്വത്തിന് അർഹതയില്ല എന്നതാണ് സംഘപരിവാർ ദർശനത്തിൻ്റെ അടിസ്ഥാന പ്രമാണം തന്നെ. അവരുടെ പിതൃഭൂമിയും പുണ്യഭൂമിയും ഭാരതത്തിന് വെളിയിലാകയാൽ ഒരു കാരണവശാലും അവർക്കിവിടെ പൗരത്വം അനുവദിക്കരുത് എന്നതാണ് സംഘപരിവാറിൻ്റെ അടിസ്ഥാന പ്രമാണം. അതാണ് അവരുടെ ബൈബിൾ. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കന്യാസ്ത്രീകളെയും ആക്രമിച്ചത് അതിൻ്റെ ഫലമായിട്ടാണ്. ഭാരതത്തിൽ കഴിഞ്ഞ 30-35 വർഷങ്ങളായി നടന്നിട്ടുള്ള വർഗീയമായ ക്രിസ്തീയ സമൂഹത്തിനെതിരെയുള്ള എല്ലാ അക്രമങ്ങളും അതിന് പ്രേരണ നൽകുന്നത് ഈ ഒരു അടിയുറച്ച വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുള്ളതായി നമ്മുടെ മെത്രാന്മാർക്ക് ബോധ്യമുണ്ടോ, അവർക്ക് അറിവുണ്ടോ? എൻ്റെ അറിവിലില്ല. എന്ന് മാത്രവുമല്ല, അത് കൂടുതൽ മുറുക്കി അള്ളിപ്പിടിച്ചിരിക്കുകയാണ് സംഘപരിവാർ. എന്നിരിക്കെ അതൊക്കെ അവഗണിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ സംഘപരിവാർ നേതാക്കന്മാരുടെ കാല് പിടിക്കുന്നത് എന്നത് ന്യായമായ ചോദ്യമാണ്. അതിനൊരു ഉത്തരവുണ്ട്. ഇവരുടെയൊക്കെ ഗോപ്യമായ കാര്യങ്ങൾ, അതായത് സാധാരണ ക്രിസ്ത്യാനി വിശ്വാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത കാര്യങ്ങൾ, ഇവർ നടത്തുന്ന കച്ചവടങ്ങൾ, ക്രയവിക്രയങ്ങൾ, ഇവരുടെ അക്കൗണ്ട് സംബന്ധമായ കാര്യങ്ങൾ, ധനപരമായ മാമാങ്കങ്ങൾ, പിന്നെ മറ്റുള്ള കാര്യങ്ങൾ, പറയാൻ വയ്യാത്ത കാര്യങ്ങൾ മുഴുവനും ഗൃഹമന്ത്രാലയം അല്ലെങ്കിൽ ഹോം മിനിസ്ട്രിക്ക് അറിയാം, അമിത് ഷായ്ക്ക് അറിയാം. അതുകൊണ്ട് അവർ വരയ്ക്കുന്ന വരയിൽ നിന്ന് ഒറ്റക്കാലിൽ നിന്ന് കറങ്ങുകയല്ലാതെ സത്യത്തിനോ നീതിക്കോ നിരക്കുന്ന വിധത്തിൽ സ്വതന്ത്രമായ ഒരു നിലപാട് സ്വീകരിപ്പാൻ ഈ ഇന്ന് ജീവിക്കുന്ന പരിശുദ്ധ പുണ്യവാളന്മാരായ ഈ മെത്രാന്മാർക്ക് കഴിയില്ല. അത് സംഘപരിവാറിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് കേരളത്തിന് വെളിയിലുള്ള ഏത് ക്രിസ്ത്യൻ പ്രവർത്തകനെയും ഏതെല്ലാം വിധത്തിൽ ദ്രോഹിച്ചാലും കേരളത്തിൽ വന്നിട്ട് മെത്രാന്മാരോട് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ മെത്രാന്മാർ സല്യൂട്ട് പഠിച്ച് അവർക്ക് വോട്ട് പിടിച്ചു കൊടുക്കും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ഇതിനകത്ത് ഏറ്റവും അപഹാസ്യമായ, ഏറ്റവും മർമ്മഭേദകമായ അവസ്ഥ. ഈ 2 കന്യാസ്ത്രീകൾക്ക് വന്ന ഈ ദുരവസ്ഥയേക്കാൾ വലിയ ദുരവസ്ഥ നമ്മുടെ മെത്രാന്മാരുടെ ദുരവസ്ഥയാണ്, അവിടെ നിസ്സഹായതയാണ്. അവർ ഇപ്രകാരമുള്ള നാടകം കളിക്കാനും ചവിട്ടുനാടകം കളിക്കാനും നാടകം അഭിനയിക്കാനും നിർബന്ധിതമായി തീരത്തക്ക ഒരു ദുർഗതിയിലാണ്. ആ യാഥാർത്ഥ്യമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ കൂടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത് എന്ന് മാത്രം ഏവരുമായി പങ്കിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.